എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണങ്ങിയ വാഴയില വെച്ചിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒന്നിനും ഉപയോഗിക്കാതെ വെറുതെ കളയുന്നതാണ് ഈ ഒരു വാഴയില. അപ്പോൾ വാഴയില വെച്ചിട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് കാണാം. അപ്പോൾ ഞാൻ നമ്മുടെ വാഴയില കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തന്നെ ഉണങ്ങിയിട്ടാണ് ഉള്ളത്. നല്ല വെയിലാണല്ലോ, അപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഇതിപ്പോൾ ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കിത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോഴേക്കും ഇത് കീറിപ്പോവും. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പീസുകൾ ഇട്ട് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് ഇട്ട് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് അധികം വാഴയിലകൾ ഇതുപോലെ കുതിർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പീസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വാഴയിലേനെ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഭാഗം നോക്കിയിട്ട്, ആ തുമ്പിൻ്റെ ഭാഗം നോക്കിയിട്ടാണ് ഞാനിതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കമ്പിയാണ്. ആ കമ്പിയുടെ തുമ്പ് ഭാഗം ഇതേ രീതിയിലൊന്ന് ജസ്റ്റ് വളച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴയിലയുടെ ചെറിയ പീസില്ലേ, അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ കമ്പി ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ട് ഇത് വിട്ടു പോകാണ്ടിരിക്കാനായിട്ട് ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കാം കേട്ടോ. അതിനുശേഷം നൂല് കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഇങ്ങനെയാണ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് നല്ലൊരു പീസ് എടുക്കുക, കുറച്ച് വലുത് എടുക്കുക കേട്ടോ. എന്നിട്ട് നടുവൊന്ന് ഇതുപോലെ മടക്കിയിട്ട് നമ്മളിപ്പോൾ നടുഭാഗം ചെയ്ത് വെച്ചില്ലേ, അതിന് ചുറ്റുമായിട്ട് ഈ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇപ്പം നമ്മൾ ഒരു പീസ് ഇതേ രീതിയിൽ നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുത്തു. ഇനി അതുപോലെ തന്നെ അടുത്ത പീസും ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് നടുവേ മടക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ പിടിക്കുക. കണ്ടില്ലേ, ഈ രീതിയിൽ കേട്ടോ. എന്നിട്ട് മറ്റേതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കെട്ടിക്കൊടുക്കുക. ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുറ്റിനും വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, എന്നിട്ട് എല്ലാം ഓരോന്ന് കഴിയുമ്പോഴും ഇതേപോലെ കെട്ടുകയും വേണം. അപ്പോൾ ഒരു റോസ് പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കാണുമ്പോൾ അത്ര തോന്നില്ലേ, പക്ഷേ കളറൊക്കെ ചെയ്ത് വരുമ്പോൾ അടിപൊളിയാവും കേട്ടോ സംഭവം. അടുത്തതായിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന വാഴയിലയുടെ പീസൊക്കെ നമ്മളൊരു സിസർ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ കെട്ടിക്കൊടുത്തില്ലേ, അത് കട്ട് ചെയ്യാണ്ട് നോക്കണം കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് മുട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പഞ്ഞിയുടെ പീസ് എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ കമ്പി ഒന്ന് വളച്ചെടുത്തിട്ട് ഈ പഞ്ഞിയുടെ പീസ് ഇങ്ങനെ ഒരു ബോൾ പോലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വാഴയിലയുടെ പീസൊന്ന് ചുറ്റി കൊടുക്കുക ചുറ്റിനും. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റാക്കി ഉറപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു പീസ് കീറിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നടുവേ മടക്കുക. രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയായി. ഇത് നമ്മൾ ഈ നടുഭാഗം ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വീണ്ടും കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ മുട്ട് ഇങ്ങനെ വിടരാൻ തുടങ്ങുന്ന പോലെ അങ്ങനത്തെ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. ഇപ്പോൾ അതേപോലെ 2 വെച്ച് കൊടുത്തു. കണ്ടില്ലേ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് നൂല് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കുഞ്ഞു പൂമുട്ട് ഇവിടെ റെഡിയായി. ഇപ്പോൾ ഇത്രയ്ക്കും പൂക്കളും പൂമുട്ടൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ വാങ്ങില്ലേ, അതിൻ്റെയൊക്കെ ഒരു മോഡലുണ്ട് അല്ലേ. അപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാനാണ് കൂടുതൽ താല്പര്യം. പക്ഷേ ഞാൻ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് കളർ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇനി നമുക്കിതിന് എന്താ ചെയ്യേണ്ടത്, ഗ്രീൻ ടേപ്പൊക്കെ ഒന്ന് ചുറ്റി സെറ്റാക്കാം. അതിന് മുമ്പ് ആദ്യം നമുക്ക് കളർ ചെയ്യാം, എന്നിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റാം അല്ലേ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് കളർ ചെയ്തിട്ട് കാണിച്ചു തരാം. അതായി കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ചുവപ്പ് കളർ കൊടുത്ത് നല്ല സുന്ദരി പൂക്കളായിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ടേപ്പ് ചുറ്റി ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗ്രീൻ ടേപ്പ് പൂവിന് ചുറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ടിനും ഇതേ രീതിയിൽ അടിവരെ ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് പൂവും മുട്ടുകളും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടൊക്കെ അവനവൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഇതേപോലെ ഒന്ന് എല്ലാം കൂടെ പിടിച്ചിട്ട് അടിയിലത്തെ കമ്പിയൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കുക.
പിന്നെ നമുക്കിതിന് ലീഫ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ലീഫ് എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ലീഫുകളും ഇതേ രീതിയിൽ ഇടയിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതാ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം. വാഴയിലൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കളർ ചെയ്ത് സുന്ദരിയാക്കി ഇതേപോലെ ഒരു ഫ്ലവർ വേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല വാഴയിലയാന്ന്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. സ്വന്തം കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷമുള്ളവർ ആരൊക്കെയാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.